ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ക്യാച്ചിങ് ഫിഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ലൂക്കാനയുടെ ഒരു റീൽ ഓർമ്മ എടുത്തിട്ടുണ്ടായി. ഒരു ലൂക്കാന സ്പ്രിംഗ് 60 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ റീൽ കേട്ടോ. ഇതാണ് ആ റീല്. ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. ആദ്യം മേടിച്ച് ഞാൻ ഇതിനകത്ത് നൂല് കയറ്റിയിട്ട് ആദ്യം കാസ്റ്റ് ചെയ്യാനായിട്ട് പോയി. മീൻ പിടിക്കാൻ പോയിട്ട് ഇത് ഫസ്റ്റ് ഏറി അതിന് 1-2 പ്രാവശ്യം ഏറി അതിനൊരു കെട്ട് വീഴുന്നുണ്ട് ഈ റീലിൽ. പക്ഷെ ഈ കെട്ട് വീഴുമ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ കുഴപ്പമുണ്ടായിരിക്കും ഈ കെട്ട് വീഴുന്നതെന്ന് വിചാരിച്ചത്. അതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരും ഇതുപോലെ റീൽ എടുത്തായിരുന്നു ലൂക്കാനയുടെ. ഇത് അവർക്കും ഇതന്നെ സംഭവം. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സ്പൂണിൻ്റെ സൈസ് ഇത് കൂടുതലാണ്. ഇത് കറങ്ങുമ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇത് കറങ്ങുമ്പോൾ തമ്മിൽ ഈ ഇത്രയും ഗ്യാപ്പിലാണുള്ളത്. ശരിക്കും താഴേക്കും മുകളിലേക്കും വന്ന നൂല് ഇത് വൈൻഡ് ആവണം. പക്ഷെ ഇത് വൈൻഡ് ആകുന്നില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വൈൻഡ് ആവണുള്ളത്. അതുകൊണ്ട് ഈ നൂല് ഇവിടെ ഒരു സെൻട്രൽ ഉണ്ട കുത്തി പോലെ ഇരിക്കും ഇത് നമ്മളിത് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ കാസ്റ്റ് ചെയ്താലും തീറ്റടിക്കുമ്പോഴാലും വീഴുമ്പോൾ അത് നൂല് ഇതിന് ചാടിപ്പോയി കെട്ട് വീണ് വയഡ് നശിച്ചു പോകാനും സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു സ്പൂൾ അയച്ചെടുത്തിട്ട് ഞാൻ കുറച്ച് ചെറിയൊരു പണി ചെയ്തു. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്ത ശേഷം എനിക്ക് ഞാൻ ലൂറ് കാസ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തീറ്റടിക്കുമ്പോഴും വലിയ കുഴപ്പമില്ല. ഒരു 85-90% ഇത് റീലിപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ചെയ്തത് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ചെയ്തത് നമ്മൾ ഇതിന് നോബ് ചെയ്യുക റീലിൻ്റെ. നമ്മത് നോബ് അഴിച്ചിട്ട് സ്പൂളങ്ങ് ഊരിടുക. എന്നിട്ട് നമുക്ക് ഇലക്ട്രിക് കടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനത്തെ ഒരു വാഷർ പറഞ്ഞ് മേടിക്കാൻ. വാഷറിന് അടുത്ത് ഇട്ടതാണ് ഇതിൻ്റെ വാഷർ. നോക്കിയോ, ഇലക്ട്രിക് കടയിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്ന ടാങ്കിൻ്റെ താഴെ വന്ന ഒരു വാഷാണത്, റബ്ബർ വാഷ്. അത് മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ സ്പൂളിൻ്റെ ഇത് കൂടെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഗം ഒട്ടിച്ച് കൊടുക്കുക, പശ ചെറുതായിട്ട്. അത് സ്പൂളിൽ ഒട്ടിയിരിക്കണം, എന്നാൽ പറിച്ചെടുക്കുമ്പോൾ സ്പൂളിനൊന്നും സംഭവിക്കാനും പാടില്ല. ആ രീതിയിൽ ഉണ്ടാ ഒരു റബ്ബർ പോലത്തെ ഗമ്മാണത്. അതിന് ശേഷം നമ്മളിത് വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇത് ചുറ്റും ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിച്ച പശ ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷം ശരിക്കും ഏകദേശം ഒരു ലെവലിൽ വരരുത്. ഇത് കുറച്ച് ആകെ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇത് ചെയ്തിട്ട് ശേഷം അപ്പോൾ കുറച്ച് ഇത്തരം ഭാഗത്ത് നൂല് ചുറ്റില്ല. ഏകദേശം ഈ ഭാഗത്തും മാത്രം നൂല് നമുക്ക് ചുറ്റുള്ളൂ. അപ്പോൾ താഴേക്ക് വരില്ല അത്. അപ്പോൾ കുറച്ചുകൂടി കയറിയത് നൂലിവിടെ അത്യാവശ്യം തിക്നെസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് എറിയുമ്പോഴും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പം വരില്ല. ഇത് അതിന് ശേഷം നമ്മുടെ ഈ റീലിൻ്റെ ഈ വാഷിൽ ഈ കണ്ണ് വാഷ് നമുക്ക് വേണ്ട, ഇത് മാറ്റാം. വാഷ് ഊരി മാറ്റിയ ശേഷം നമുക്ക് ഈ സ്പൂള് അധികം വയ്ക്കുക. സ്പൂളിനകത്ത് വെച്ചു. പിന്നെ നമ്മൾ നോബിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നൂല് അതിനകത്ത് കയറ്റുമ്പോൾ ഏകദേശം ഈ ഗ്യാപ്പിലായിട്ട് നിൽക്കും. അപ്പോൾ നൂല് കയറ്റി കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഏകദേശം ഒരു ടൈറ്റായിട്ട് നിൽക്കും ഇത്. ഇനി നമുക്ക് ഈ റീല് സ്റ്റിക്കിലൊന്ന് ഘടിപ്പിക്കണം. ഇത് നമ്മൾ സ്റ്റിക്കിലേക്ക് കയറ്റി വയ്ക്കാനും ബ്രൈഡ് ചുറ്റാൻ വേണ്ടിയിട്ട് എന്നുള്ള കറക്റ്റ് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് സ്റ്റിക്കിലേക്ക് കയറ്റി വെച്ചിട്ട് ബ്രൈഡ് കെറ്റാൻ കിട്ടും.
കയറ്റി നമുക്കത് നൂല് പിടിക്കും. ചുറ്റുമേ ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ടൈറ്റ് ചെയ്യിപ്പിക്കാം. ലൂക്കാനയുടെ ആകെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാർപ്പൂഷിന് പിടിക്കാൻ പോകുമ്പോൾ കൊണ്ടെറിയുമ്പോൾ കെട്ട് വീഴുക, ആ ഒരു പ്രോബ്ലം മാത്രമേ റീലിന് ഇത്തിരി മോശമായിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മീൻ അടിച്ചാൽ തന്നെ നല്ല ഇത് കയറ്റാനും അത്യാവശ്യം ഒരു ഹെവി ഒരു 10 കിലോ 15 കിലോക്കുള്ള മീനായാലും നമുക്ക് ഈ റീല് സിമ്പിളായിട്ട് കയറ്റാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല റീല് തന്നെയാണ്. ഈ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ശരിയാവുകയാണെങ്കിൽ ഇതൊരു 1300 രൂപയ്ക്ക് ഈ റീല് അത്യാവശ്യം നല്ല റീലാണ്. അതുകൊണ്ട് ഈ ഉള്ളവർ ആരും കളയരുത്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ഒരു ഗുണം കിട്ടും. ഈ ലൂക്കാന കമ്പനിന് അത്യാവശ്യം ഒരു സാധാരണക്കാരന് അത്യാവശ്യം പറ്റിയ പ്രൈസിലുള്ള സ്റ്റിക്കായാലും റീലായാലും അതുപോലെ തന്നെ ലൂറ് സാധനങ്ങളൊക്കെ ഇറക്കുന്നത് നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരന് പറ്റുന്ന രീതിയിലാണ് ഇറക്കണേ. അപ്പോൾ അതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ മറ്റു റീലിനേക്കാളും അത്യാവശ്യം പ്രൈസ് കുറവും അത്യാവശ്യം അവരാ ഒരു രീതിയിൽ തന്നെ നല്ല ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്രോഗായാലും ശരി മറ്റ് ലൂറുകളായാലും നല്ല റിസൾട്ടാണ് ഒരു ഈ ലൂക്കാന കമ്പനി നമുക്ക് തരുന്നത് തന്നെ. അപ്പോൾ വേറെ ലൂക്കാനെ കുറിച്ച് വേറെ മോശം അഭിപ്രായമൊന്നുമില്ല. എനിക്ക് ആകെ ഒരു വിഷമം തോന്നിയത് ഈ റീൽ ആദ്യം മേടിച്ചപ്പോൾ കെട്ട് വീണത് മാത്രമാണ്. ബാക്കി ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രോഗുകളൊക്കെ ലൂക്കാന തന്നെയാണ്. അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ലൂക്കാനെ കുറിച്ച് ഇതിൽ പറയാനില്ല. ഈ ഒരു പ്രോബ്ലം മാത്രമാണ് ഞാൻ കണ്ടത്. അതാണ് നിങ്ങളുടെ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഈ റീല് ഉള്ളവർ അത്യാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കാം. എന്തായാലും അതിൻ്റെ ഒരു ഗുണം കിട്ടാണ്ടിരിക്കില്ല എല്ലാവർക്കും. നോക്കിയാൽ അറിയാം, കണ്ടോ സ്പൂള് ഫുള്ളായിട്ട് കയറി നിറഞ്ഞ് നിൽക്കണുണ്ടോ. ഇതുപോലെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കെട്ടുകൊണ്ട് പോകണേ. ഈ സെൻറ്ററിലും ഇവിടെ മാത്രം നിറഞ്ഞുകൊണ്ട് ഇവിടെയും താഴെയായിട്ട് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സാധനം എറിയുമ്പോൾ ഇവിടുന്ന് കെട്ട് വീണ് പോകും. അത് ഇവിടുന്ന് കെട്ട് വീഴും. അത് സാധ്യത കൂടുതലായിരിക്കും. അപ്പോഴെപ്പോഴും നമ്മൾ സ്പൂള് ഇത്രയും സ്പേസും മതിയാവും ഈ ലൂക്കാനയുടെ. കാരണം അത് ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് പറ്റി അറിയാം, എനിക്കറിയില്ല എങ്ങനെയാന്ന്. പക്ഷേ സ്പോർട്സ് സൈസ് കുറച്ച് കൂടിപ്പോയി. കാരണം ഇത് വൈൻഡ് ചെയ്യുമ്പോൾ ഇത് ഈ റൗണ്ട് ഈ ഭാഗം ശരിക്കും താഴേക്കും മുകളിലേക്കും ഇറങ്ങി വരണം, എങ്കിൽ മാത്രമേ അത് ശരിക്കും ഫുള്ളായിട്ട് ചുറ്റുള്ളൂ. ഇത് അധികം മുകളിലേക്കും താഴേക്കും പോവാത്ത കാരണം കൊണ്ടാണ് സെൻട്രലായിട്ട് കെട്ടുകയാണ്. ഇപ്പോൾ വാഷ് ഇട്ടപ്പോൾ ശേഷം നമുക്ക് അത്യാവശ്യം ഫുള്ളായിട്ട് നൂല് കയറി. ഇനിയിപ്പോൾ ഇത് ഞാൻ കാസ്റ്റ് ചെയ്ത് കാണിച്ചില്ല, എൻ്റെ കാസ്റ്റ് ചെയ്ത് വീഡിയോ. അപ്പോൾ ആ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പരമാവധി കെട്ട് വീഴുന്നില്ല. അത് നോക്കിക്കോളൂ ഒന്ന്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത ലൂക്കാന സ്പിൻ 60 ഒരു വാഷറിട്ട് കയറ്റി കറക്റ്റ് സ്പൂള് ഫുള്ളായിട്ട് ബ്ലേഡ് വെക്കുന്നുണ്ട്. ഇനി നമുക്കത് കാസ്റ്റ് ചെയ്ത് നോക്കാൻ തരും കെട്ട് വീഴ വീഴില്ല. നമുക്ക് അത്യാവശ്യം ലോങ് കാസ്റ്റിനാണ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബ്രൈഡ് കെട്ടുവീണും സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം സംഭവം റീൽ ഇടുകയുണ്ട്. അപ്പോൾ റീല് നമുക്ക് ബ്രൈഡ് ഉണ്ടാ ഫുള്ളായിട്ട് ഇങ്ങനെ കുഴപ്പമില്ല. റീല് ലോങ് കാസ്റ്റ് ചെയ്യാൻ കെട്ടൊന്നും വരില്ല ഐറ്റം. ഇപ്പം നമുക്ക് ഇപ്പം ഇനി ലൂക്കാൻ റീലുള്ള എല്ലാവരും ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ മതി.